Once again, welcome back to KC's Classes. KC's Classes എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ അതിനുശേഷം കുട്ടികൾ പിന്നെയും എൻ്റെ അടുത്ത് ചോദിച്ച് ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിക്കാൻ പറ്റുമോ, അതിൻ്റെ ഒരു ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത് ഈ ഒരു ടൈമിലാണെങ്കിലും. അപ്പോൾ ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2023 കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ. നമ്മളിത് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ് കേട്ടോ. ചാനലിൽ നോക്കിയാൽ അവൈലബിൾ ആയിരിക്കും. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാക്സിമം 80 മാർക്സ്, 2.5 hours, പാർട്ട് എ. സോ പാർട്ട് എയിൽ നമുക്ക് വരുന്നത് 15 ചോദ്യങ്ങളാണ്, 2 മാർക്സ്, മാക്സിമം 25 മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം? റിപ്പീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഞാനിതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ലൈവിൽ പറഞ്ഞതാണ്, പിന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ വിത്ത് ആൻസർ കീ സെപ്പറേറ്റ് ഇതിൻ്റെ വീഡിയോ 2023 ചെയ്തിട്ടുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് കിട്ടും. ക്യാപിറ്റൽ റിസർവ് എന്താണ്? ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്? ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ. IFRS എന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ASB. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, ബാലൻസ് ഷീറ്റ്, പ്രോറാറ്റ അലോട്ട്മെൻറ്റ്, ബെയറർ ഡിബെഞ്ചർ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം. അതാണ് പാർട്ട് എ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ്, ഫീച്ചേഴ്സ് ഓഫ് IFRS, പിന്നെ ടോട്ടൽ പർച്ചേസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം സിംഗിൾ എൻട്രിയിൽ നിന്ന്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 20, ഇഷ്യൂ ഷെയർസിൻ്റെ ജനറൽ എൻട്രി ചെയ്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം, വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം. ഡിബഞ്ചേഴ്സിൻ്റെ ഒരു പ്രോബ്ലം, നിങ്ങൾക്ക് എന്താണ് പറയുക, സ്ലോ ആക്കി നോക്കാം കേട്ടോ അത്. ദെൻ പിന്നെ ഇഷ്യൂ ഷെയർസിൻ്റെ തന്നെ മറ്റൊരു പ്രോബ്ലം. ദെൻ ലാസ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ വന്നിട്ടുണ്ടായിരുന്നത് ചേഞ്ചസ് ഇൻ സർപ്ലസ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. അപ്പോൾ ഇതാണ് പാർട്ട് ബി വന്നേ. പാർട്ട് സിയിലോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ 10 മാർക്ക് 2 അറ്റൻഡ് ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സിംഗിൾ എൻട്രിയിൽ നിന്നുള്ളൊരു പ്രോബ്ലമാണ്. നമ്പർ 1 വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്പർ 2 ഷെയറിൻ്റെ ഒരു എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഫുൾ പ്രോബ്ലം നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ദെൻ പിന്നെ ഫൈനൽ അക്കൗണ്ട്, ഇതാണ് ഫൈനൽ അക്കൗണ്ട്. ഓക്കെ, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, വളരെ സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കേട്ടോ. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് ഒന്ന് ചെറുതാക്കി കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ദെൻ പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ തിയറി IFRSൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ വളരെ ഈസി പേപ്പറാണെന്ന് പറയും കഴിഞ്ഞ പ്രാവശ്യത്തെ. ഇനി 2022 ഡീറ്റെയിൽസിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2022, 2.5 hours, 80 മാർക്സ്. സെക്ഷൻ എ, ഫസ്റ്റ് വൺ, ഇസോപ്പ് എന്താണ്? റിപ്പീറ്റ്, സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇൻ സിംഗിൾ എൻട്രി, ഡിപ്രീസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ്, കോൾസ് ഇൻ അരിയേഴ്സ്, ബോണസ് ഇഷ്യൂ, മിനിമം സബ്സ്ക്രിപ്ഷൻ, ഇതൊക്കെ പ്രതീക്ഷിക്കാൻ വീണ്ടും. ഗ്യാപ്പ്, സറണ്ടർ ഓഫ് ഷെയർസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? ആനുവൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ, ഒബ്ജക്റ്റീവ്സ് ഓഫ് IASB, രജിസ്റ്റേർഡ് ഡിബഞ്ചർ, IFRS കൺവെർജൻസ്, ഡിഫൈൻ എ കമ്പനി, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ഞാനിന്ന് തന്നില്ലേ ലൈവിൽ. ഓക്കെ, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, ഫീച്ചേഴ്സ് ഓഫ് IFRS, ടോട്ടൽ പർച്ചേസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഒക്കെ തന്നെയല്ലേ വീണ്ടും വരുന്നത്, ഷെയറിൻ്റെ ഒരു പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 20. ദെൻ ഡിബഞ്ചറിൻ്റെ ഒരു പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ 21. നമുക്ക് തന്നെ ഈ സെയിം തന്നെയാണ് വീണ്ടും ഓർഡർ വരുന്നത്. ദെൻ ഷെയറിൻ്റെ മറ്റൊരു പ്രോബ്ലം തന്നെയല്ലേ വന്നേ 2022-ഉം 2023-ഉം. പിന്നെ ഫൈനൽ അക്കൗണ്ടിൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരണം. ഓക്കെ, ഇതാണ് പാർട്ട് ബി. ഇനി SAയിലോട്ട് പോകുമ്പോൾ
ഏതെങ്കിലും രണ്ടെണ്ണം ആദ്യത്തെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ പിന്നെ ഷെയറിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് ജേർണൽ എൻട്രിക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ. ഫൈനൽ അക്കൗണ്ട് ക്വസ്റ്റ്യൻ ഇതാണ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ 2022 സൂപ്പർ ഈസി പേപ്പറായിരുന്നു പഠിച്ചവർക്ക്. ദെൻ 2021 നെക്സ്റ്റ് വരുന്നത് 80 മാർക്സ് 2.5 hours പാർട്ട് എ. അവിടെ ആ സമയത്ത് 3 മാർക്സ് ആയിരുന്നു. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ്, കൺവേർഷൻ മെത്തേഡ്, ദെൻ പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, സിംഗിൾ എൻട്രി സിസ്റ്റം ഈസി, ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ്, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഡിഫറൻസ്, ദെൻ വെൻ ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ cash, then surrender of shares, issue of shares at can debentures be issued at discount are calls in advance part of share capital, process of forfeiture, indenture agreement, NFR rule is Ind AS applicable for private companies, statement of changes in equity, പിന്നെ ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 5 ഈ പാറ്റേൺ അല്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ ടൈമോ ആണെന്ന് തോന്നുന്നുണ്ട്, സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. വാട്ട് ആർ ദ കോമ്പോണൻറ്റ്സ് ഓഫ് IFRS, ദെൻ എക്സ്പ്ലെയിൻ ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, റീസൺസ് ഫോർ കൺവേർജൻസ് ടു IFRS. പിന്നെ നമുക്ക് പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ സിംഗിൾ എൻട്രിയിലത്തെ ഒരു പ്രോബ്ലം, പിന്നെ ഷെയറിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ ഡിബഞ്ചറിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം. ഓക്കെ, ഇതാണ് പാർട്ട് ബി ഉണ്ടായിരുന്ന പാറ്റേണിൽ ഉണ്ടായിരുന്നൊരു ചെറിയ വ്യത്യാസം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്രെഡിറ്റ് സെയിൽ അതുപോലെ തന്നെ പർച്ചേസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ എൻട്രിയിലത്തെ ഒരു പ്രോബ്ലം, പിന്നെ കമ്പനിയിൽ നിന്ന് ഇഷ്യൂ ഷെയർസിലത്തെ മറ്റൊരു പ്രോബ്ലം. ഇനി എസ്സേയിലോട്ട് പോകുന്ന സമയത്ത് സ്കോപ്പ് ഓഫ് IFRS തിയറി യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്യൂ ഷെയർസിലത്തെ ഒരു പ്രോബ്ലമാണ് എസ്സേ, എപ്പോഴും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡിബഞ്ചേഴ്സിലത്തെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഫൈനൽ അക്കൗണ്ട്. ഇത് 2021 പേപ്പറിൻ്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലാസ്റ്റ് 2 വർഷങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പാറ്റേൺ. ഇപ്പോൾ ലാസ്റ്റ് 2 yearsൻ്റെ കേട്ടോ ആ പാറ്റേണാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ലാസ്റ്റ് 3 yearsത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ടൈമിലും ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽസ്. സോ നാളെ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.